വചനം 145. വല ഇൻ എങ്കിൽ തന്നെയും അതൈത നീ ചെന്നു അല്ലദീന യാതൊരുവരുടെ അടുക്കൽ ഊതുൽ കിതാബ അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടു ബികുല്ലി ആയത്തിൻ എല്ലാ ദൃഷ്ടാന്തവും കൊണ്ട് മാ തബിഉ അവർ പിന്തുടരുന്നതല്ല ഖിബ്ലതക നിന്റെ ഖിബിലയെ വമാ അൻത നീ അല്ലതാനും ബിതാബിഇൻ പിന്തുടരുന്നവൻ ഖിബ്ലതഹും അവരുടെ ഖിബിലയെ വമാ ബഅ്ലുഹും അവരിൽ ചിലരുമല്ല ബിതാബിഇൻ പിന്തുടരുന്നവർ ഖിബ്ലത ബഅ്ദിൻ ചിലരുടെ ഖിബിലയെ വല ഇനിത്തബഅത നീ പിൻപറ്റിയെങ്കിൽ അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ തന്നിഷ്ടങ്ങളെ മിൻ ബഅദി ശേഷമായി മാ ജാഅക നിനക്ക് വന്നതിൻ്റെ മിനൽ ഇൽമി ജ്ഞാനത്തിൽ നിന്ന് ഇന്നക ഇദൻ നിശ്ചയമായും അപ്പോൾ നീ ലമിനല്ലാലിമീൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെ. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ അടുക്കൽ എല്ലാവിധ ദൃഷ്ടാന്തവുമായി നീ ചെന്നുവെങ്കിൽ തന്നെയും അവർ നിന്റെ ഖിബിലയെ പിന്തുടരുകയില്ല. നീ അവരുടെ ഖിബിലയെ പിന്തുടരുന്നവനുമല്ല. അവരിൽ ചിലരുടെ ഖിബിലയെ പിന്തുടരുന്നവരുമല്ല. അറിവിൽ നിന്നും നിനക്ക് വന്നു കിട്ടിയതിനു ശേഷം നീയെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയെങ്കിൽ നിശ്ചയമായും അപ്പോൾ നീ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും. വചനം 146. അല്ലദീന യാതൊരു കൂട്ടർ ആതൈനാഹും അവർക്ക് നാം നൽകിയിരിക്കുന്നു അൽ കിതാബ വേദഗ്രന്ഥം യഅരിഫൂനഹു അദ്ദേഹത്തെ അവർ അറിയും, അതിനെ അറിയും, പരിചയപ്പെട്ട് അറിയും. കമാ യഅരിഫൂന അവർ അറിയുന്നതുപോലെ അബ്നാഅഹും അവരുടെ പുത്രന്മാരെ മക്കളെ. വ ഇന്ന ഫരീഖൻ നിശ്ചയമായും ഒരു വിഭാഗം മിൻഹും അവരിൽ നിന്നുള്ള ലയക്തുമൂന അവർ ഒളിച്ചുവെക്കുക തന്നെ ചെയ്യുന്നു, മറച്ചു മൂടി വെക്കുക തന്നെ ചെയ്യുന്നു. അൽ ഹഖ്ഖ യഥാർത്ഥം, സത്യം, ന്യായം. വഹും അവരാകട്ടെ യഅലമൂൻ അറിയുന്നുതാനും. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അറിയുന്നതാണ്. നിശ്ചയമായും അവരിൽ നിന്ന് ഒരു വിഭാഗം അവർ അറിഞ്ഞുകൊണ്ടുതന്നെ യഥാർത്ഥം ഒളിച്ചുവെക്കുന്നു. വചനം 147. അൽ ഹഖ്ഖു യഥാർത്ഥം, സത്യം, മിർ റബ്ബിക നിന്റെ റബ്ബിങ്കിൽ നിന്നാകുന്നു. ഫലാ തകൂനന്ന ആകയാൽ തീർച്ചയായും നീ ആയിത്തീരരുത്. മിനൽ മുംതരീൻ സന്ദേഹപ്പെടുന്നവരിൽ, സംശയാലുക്കളിൽപ്പെട്ടവൻ. الحق من ربك فلا تكونن من الممترين. യഥാർത്ഥം നിന്റെ റബ്ബിങ്കിൽ നിന്നത്രേ ലഭിക്കുന്നത്. അതിനാൽ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും നീ ആയിത്തീരരുത്. 145, 146,
147 എന്നീ വചനങ്ങളുടെ വിശദീകരണം. സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാകാത്തതുകൊണ്ടാണ് വേദക്കാർ ഖിബിലയുടെ വിഷയം അനുകൂലിക്കാത്തതെങ്കിൽ അവർക്ക് ദൃഷ്ടാന്തവും തെളിവും ബോധ്യപ്പെടുത്തി കാര്യം മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ യഥാർത്ഥം ശരിക്കും അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചുകൂട്ടി അത് മൂടിവെക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിരിക്കെ അവർക്ക് തെളിവുകൾ കാട്ടിക്കൊടുത്തിട്ട് ഫലമില്ലല്ലോ. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കിബിലയെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുവാൻ കഴിയുമോ? ഇല്ല. യഹൂദികളുടെ കിബില ബൈത്തുൽ മുഖദ്ദസും ക്രിസ്ത്യാനികളുടേത് കിഴക്കു ഭാഗവുമാണ്. പിൻപറ്റാമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും രണ്ടിലൊന്നല്ലാതെ സ്വീകരിക്കുക സാധ്യമല്ല. ഇനി വേദക്കാർ തമ്മിൽ യോജിച്ച് ഒരു കൂട്ടർ മറ്റേ കൂട്ടരുടെ കിബില സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? അതും ഉണ്ടാവാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ കിബിലയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വേദക്കാരും തമ്മിൽ ഒരു നിലക്കും യോജിക്കുന്ന പ്രശ്നമില്ല. അവർ തമ്മിലും യോജിക്കുകയില്ല. അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയാൽ നീ അക്രമികളിൽപ്പെട്ടവനായിരിക്കുമെന്നും നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല ചാഞ്ചല്യവും ഉണ്ടായേക്കാമെന്ന നിലക്കല്ല. വല്ല സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇഷ്ടത്തിനും മോഹത്തിനും വഴങ്ങിയേക്കാമെന്നോ കുറച്ചുകാലം ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയായി അംഗീകരിച്ചതുപോലെ ഇനിയൊരിക്കൽ ഈ കൽപ്പനയിൽ വല്ല മാറ്റവും സംഭവിച്ചേക്കുമെന്നോ മറ്റോ അവർ വ്യാമോഹം വെച്ചുകൊണ്ടിരിക്കേണ്ടതില്ലെന്ന് അവരെ തെര്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശം. സത്യവിശ്വാസികൾക്ക് ഈ കൽപ്പനയുടെ ഗൗരവം മനസ്സിലാക്കുവാനും അത് ഉതകുന്നു. യഅരിഫൂനഹു എന്ന വാക്കിലെ ഹു എന്ന സർവനാമത്തിന് അദ്ദേഹത്തെ എന്നും അതിനെ എന്നും അർത്ഥം വരാം. അതുകൊണ്ട് ആ വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥം കൽപ്പിക്കപ്പെടാറുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയും എന്ന്. അതായത് തിരുമേനി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അദ്ദേഹം കൊണ്ടുവരുന്നതെല്ലാം യഥാർത്ഥമാണ് എന്നൊക്കെ നിസ്സംശയം അവർക്കറിയാമെന്ന് താൽപ്പര്യം. ഈ അർത്ഥമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നതും പരിഭാഷയിൽ നാം കൊടുത്തതും. സംശയലേശം കൂടാതെ അറിയാമെന്ന ഉദ്ദേശത്തിലാണ് മക്കളെ അറിയും പോലെ അറിയാമെന്ന് പറയുന്നത്. ഈ പ്രയോഗം അറബിയിലെന്ന പോലെ വേറെ ഭാഷകളിലും ഇല്ലാതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇതിൻ്റെ മുമ്പ് പ്രസ്താവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ സർവനാമം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിക്കുന്നതെങ്ങനെ എന്ന് ചോദിക്കപ്പെടാം. സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാമെന്നും മക്കളെ അറിയുന്നത് പോലെ എന്ന ഉപമയിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നതെന്നുമാണ് ഇതിനു മറുപടി. 2, അത് അഥവാ കിബിലയുടെ കാര്യം അവർക്ക് തങ്ങളുടെ മക്കളെ അറിയാവുന്നതുപോലെ നന്നായി അറിയാം എന്ന്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കിബിലയാണ് കഅബ എന്നും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കിബിലയായിരിക്കേണ്ടതെന്നും അവർക്ക് ശരിക്കറിയാമെന്ന് സാരം. ഏതാണ്ട് ഇതുപോലെയുള്ള വേറെയും അഭിപ്രായങ്ങളുണ്ട്. എല്ലാം ഒരേ തത്വത്തിൽ തന്നെ കലാശിക്കുന്നവയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചായാലും കിബിലയെക്കുറിച്ചായാലും വേദക്കാരിയിലുള്ള പണ്ഡിതന്മാർക്കാണല്ലോ ആ അറിവുണ്ടായിരിക്കുക. അവരിൽ നിന്നുള്ള വല്ല കേട്ടുകേൾവിയും മാത്രമേ സാധാരണക്കാർക്കുണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരിലുള്ള പണ്ഡിതന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവരിൽ നിന്നുള്ള ഒരു വിഭാഗക്കാർ അറിഞ്ഞും കൊണ്ട് യഥാർത്ഥം മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്.